വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ പ്രീതിയോട് പറയുകയാണ്, നിന്നോട് എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. നിനക്ക് ഏറ്റവും അധികം കെയറിങ്ങും സപ്പോർട്ടും കിട്ടേണ്ട സമയമാണ് ഇത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ നിസ്സഹായനാണ് പ്രീതി. അതിന് മറുപടിയായി പ്രീതി പറയുകയാണ്, എനിക്കതിനൊന്നും ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അർജുനേട്ടാ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആഗ്രഹം പോലും പാടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ വീട്ടിലെ ജോലിക്കാരി പൊന്നിക്ക് ഇക്കാര്യം അറിയാം. പ്രായത്തിൽ ചെറുപ്പമാണെങ്കിലും അവൾ എന്നെ നോക്കുന്നുണ്ട് ഒരമ്മയെ പോലെ. അതാണ് ഒരു ആശ്വാസമെന്ന് പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, വിഷ്ണു ഇതറിഞ്ഞോ? പറയാനൊരു സന്ദർഭം കിട്ടിയില്ല. സമാധാനത്തോടു കൂടി വേണമല്ലോ ഇതൊക്കെ പറയാൻ. ഇപ്പോഴേ ഇവിടേക്ക് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അർജുനേട്ടൻ ഇവിടെ ഉണ്ടെന്ന് വിഷ്ണുവേട്ടൻ അറിയാം, പക്ഷേ കാര്യം എന്താണെന്നൊന്നും അറിയില്ല. അർജുൻ ചോദിക്കുകയാണ്, വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്. നമ്മൾ ശാരദാമ്മയുടെ ശാരികയുടെ മകളുടെ നിശ്ചയം ഏതോ ഒരു ഭ്രാന്തൻ വന്ന് മുടക്കി കളഞ്ഞു. ശാലിനിയോട് അവന് പ്രണയമാണെന്ന്, നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാണെന്നാണ് ശാരദാമ്മയോട് അവൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പ്രീതി വേണം ആ സത്യം എന്നോട് പറയാൻ. ഒന്ന് പരിങ്ങി എന്താ അർജുനേട്ടാന്ന് പ്രീതി ചോദിക്കുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, വിഷ്ണുവാണോ ആ ജോലിക്കാരൻ? ശാലിനിയെ പ്രണയിക്കുന്ന ആ ഭ്രാന്തൻ വിഷ്ണുവാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയൂ പ്രീതി, വിഷ്ണുവാണോ ശാലിനിയുമായുള്ള പ്രണയത്തിന്റെ പേര് പറഞ്ഞ് ശാരികയുടെ വിവാഹ നിശ്ചയം മുടക്കിയത്? പെട്ടെന്ന് പ്രീതി പറയുകയാണ്, അല്ല അർജുനേട്ട, അത് വേറെ ആരോ ആണ്. വേറെ ആര്? പറഞ്ഞല്ലോ, അയാൾ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനെന്നാണ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. പ്രീതി പറയുകയാണ്, അതൊക്കെ അറിയാം, പക്ഷെ അതൊരു തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാളെ കണ്ടുപിടിക്കാൻ വിഷ്ണുവേട്ടനെ തന്നെയാണ് അമ്മ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് പോകാൻ സമയമായി അർജുനേട്ട, അമ്മ എന്നെ അന്വേഷിക്കും. അധികം വൈകരുതെന്നും പറഞ്ഞാണ് അച്ഛൻ എന്നെ വിഷ്ണുവേട്ടനൊപ്പം പറഞ്ഞു വിട്ടത്. ശരി, പോകാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പ്രീതിയെയും കൂട്ടി എത്തുകയാണ് അർജുൻ. വിഷ്ണുവിന്റെ അടുത്തേക്കുമ്പോൾ ഹലോ പറഞ്ഞ ശേഷം പ്രീതി ചോദിക്കുകയാണ്, നമുക്ക് പോകാം വിഷ്ണുവേട്ടാ. എടി, എനിക്കൊരു ആളിനെ കാണാനുണ്ടായിരുന്നു. തൽക്കാലം നീ അർജുനോടൊപ്പം പോകാൻ നോക്ക്. അർജുൻ നിന്നെ ഡ്രോപ്പ് ചെയ്യും. അല്ല, അർജുന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? സന്തോഷത്തോടു കൂടി അർജുൻ പറയുകയാണ്, ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ശരി വിഷ്ണുവേട്ടാ, ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞു പോവുകയാണ് അർജുനും പ്രീതിയും. അവർ പോയ ശേഷം ശാലിനിയെ കാത്തു നിൽക്കുകയാണ് വിഷ്ണുവിന്റെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി വന്ന് ശാലിനി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വിഷ്ണു ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എനിക്ക് വരുന്ന കല്യാണാലോചനയൊക്കെ മുടക്കിയാൽ താലി കെട്ടാനായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ കഴുത്ത് നീട്ടി തരുമെന്നാണോ? ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കുകയാണ്, കല്യാണാലോചന മുടക്കിയെന്നോ? എന്താണ് ശാലിനി പറയുന്നത്? പരിഹസിച്ച ശാലിനി ചോദിക്കുകയാണ്, ഓഹോ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലല്ലേ? താനൊരു മതയാനെ പോലെ തല്ലി വന്ന് തകർത്തതാണ് എന്റെ ശാരികേച്ചിയുടെ കല്യാണ നിശ്ചയം. ആ വിവാഹം ഇനി നടക്കണമെങ്കിൽ എന്റെ കഴുത്തിലൊരു താലി വീഴണമെന്നാണ് തലവിധി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് എന്റെ സിവിൽ സർവീസ് സ്വപ്നങ്ങൾ പോലും മാറ്റിവെച്ച് ഒരു വിവാഹത്തിനായി ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പൂജാരി കണിമംഗലം തിരുമേനിയാണ് അതിനുവേണ്ടി ഒരു അമേരിക്കക്കാരൻ പയ്യന്റെ ആലോചന കൊണ്ടുവന്നത്. വിഷ്ണു ചോദിക്കുകയാണ്, ശരി ആയിക്കോട്ടെ, അതിൽ ഞാൻ എന്താ ചെയ്തത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശാലിനി പറയുകയാണ്, അമേരിക്കക്കാരൻ പെണ്ണ് കാണാൻ പോലും വീട്ടിലേക്ക് വന്നില്ല. വഴിയിൽ വെച്ച് തന്നെ താനാണ് അത് മുടക്കിവിട്ടത്. ഞാനോന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, എന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന തലയിലെഴുത്ത്. ഏത് നേരത്താണോ പരീക്ഷയ്ക്ക് യാത്ര പോകാൻ വേണ്ടി തന്റെ സഹായം തേടിയത്, ആ സമയത്തെ ഞാൻ പഴിക്കുന്നു. ഹോട്ടൽ മുറിയുടെ കഥയൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്റെ ജീവിതം താൻ നശിപ്പിക്കരുത്. ഒരു പെണ്ണാണ് ഞാൻ. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്നത് തന്നെ. താനായിട്ട് എന്നെ ഇനി ദ്രോഹിക്കരുത് പ്ലീസ് എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം ശ്രീകോവിലേക്ക് ചൂണ്ടി വിഷ്ണു പറയുകയാണ്, ദേ ആ ഈശ്വരൻ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ശാലിനിയുടെ കല്യാണം മുടക്കിയത് ഞാനല്ല. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാതെ. അന്നേരം ചിരിച്ച് ശാലിനി പറയുകയാണ്, കൊള്ളാം, ഉഗ്രൻ. ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. തുറന്നു കിടക്കുന്ന ശ്രീകോവിലിന് മുൻപിൽ വെച്ച് ഈശ്വരനെ സാക്ഷിയാക്കി കള്ളസത്യം വരെ ചെയ്യാൻ ഇയാൾക്കൊരു മടിയുമില്ല. അങ്ങനെയുള്ള ഒരുത്തനാണ് താൻ. ആ താൻ എന്തും ചെയ്യും. പക്ഷേ താൻ ഒന്നോർത്തോ, എനിക്ക് വരുന്ന 1000 കല്യാണങ്ങൾ മുടക്കിയാലും നിത്യകന്യകയായി നിൽക്കേണ്ടി വന്നാലും ഈ ശാലിനിയെ തനിക്ക് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് തന്നോട്. ഐ ഹേറ്റ് യു. തനിക്കെന്റെ മനസ്സിലുള്ളത് വെറുപ്പ് മാത്രമാണ്. വെറുപ്പ് മാത്രമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ശാലിനി. ശാലിനി പോയ ശേഷം കണിമംഗലം തിരുമേനിയെ കണ്ട് വിഷ്ണു തിരക്കുകയാണ്. തിരുമേനി, എനിക്കൊരു വിവരം അറിയാനുണ്ടായിരുന്നു. ശാരദാമ്മയുടെ മകൾ ശാലിനിക്ക് ഒരു വിവാഹാലോചന കൊണ്ടുവന്നത് തിരുമേനിയല്ലേ? തിരുമേനി പറയുകയാണ്, പക്ഷേ ഏതോ ഒരു ശകുനം മുടക്കി ആ ആലോചന മുടക്കിക്കളഞ്ഞു. വിഷ്ണു പറയുകയാണ്, അത് തിരുമേനി ഞാനും അറിഞ്ഞു. പക്ഷേ ആ കല്യാണാലോചനയുടെ കാര്യം വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇല്ല, ചെക്കന്റെ വീട്ടുകാർക്കും ശാരദാമ്മയുടെ കുടുംബത്തിനും എനിക്കും മാത്രം. ഒന്നാലോചിച്ച് തിരുമേനി പറയുകയാണ്, പിന്നെ വേറൊരാൾക്ക് കൂടി അതറിയാമായിരുന്നു. ഗോപാലകൃഷ്ണൻ, ശാലിനിയുടെ അച്ഛൻ തന്നെ.
കാര്യങ്ങൾ മുന്നിൽ നിന്ന് നടത്തേണ്ടത് അയാളാണല്ലോ. പയ്യന്റെ വിവരങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി എന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിരുന്നു. ഓഹോ, അത് ശരിയെന്ന് പറഞ്ഞ് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല പയ്യന്റെ നമ്പറുണ്ടോ തിരുമേനിയുടെ കയ്യിൽ? ഉണ്ടല്ലോ, തരാ ഞാൻ, അല്പം കാത്തു നിന്നോളൂ എന്ന് പറഞ്ഞു പോവുകയാണ് തിരുമേനി. തിരുമേനി പോയ ശേഷം വിഷ്ണു കരുതുകയാണ്, ഗോപാലകൃഷ്ണനാണ് നമ്പർ വാങ്ങിയതെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തത് ആ ബാലചന്ദ്രനെ വെച്ചായിരിക്കും, അത് തീർച്ചയാണ്. തിരുമേനി തരുന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് വേണം അത് ചെയ്തത് അവനാണെന്ന് തീർച്ചപ്പെടുത്താൻ. എടാ ബാലചന്ദ്ര, എന്റെ തലയിൽ ഈ പഴി ചുമത്തിയതിന് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അതിനുശേഷം കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്ന ദാസനെയാണ്. വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയ ശേഷം മാറി നിൽക്കുകയാണ് ദാസൻ. അതേസമയം തൊട്ടുപിറകെ ഗോപാലകൃഷ്ണനും രാജേശ്വരിയും എത്തുകയാണ്. ദാസൻ കരുതുകയാണ്, ഇവർക്കെന്താ ഇവിടെ കാര്യം, എന്തോ സംഭവം നടക്കാൻ പോവുകയാണല്ലോ. തൊട്ടുപിറകെ ബൈക്കിലെത്തുന്ന ബാലചന്ദ്രനെ കണ്ട് ദാസൻ കരുതുകയാണ്, ബാലചന്ദ്രനോ? ബാലചന്ദ്രനെ കണ്ട് രാജേശ്വരി ചോദിക്കുകയാണ്, ഞാൻ കരുതി നിന്റെ തിരുവെഴുന്നള്ളത്ത് വൈകുമെന്ന്. അത് മാറിയല്ലോ, കറക്റ്റ് സമയത്ത് വന്നപ്പോൾ ചേച്ചി ഹാപ്പി ആയില്ലേ? രാജേശ്വരി പറയുകയാണ്, എല്ലാം ഭംഗിയായി നടന്നാൽ ഹാപ്പിയാകും, അല്ലെങ്കിൽ ശോകമാണേ. അതേ ഗോപാലകൃഷ്ണൻ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല ഇതിനിടയ്ക്ക് നീ എവിടെ പോയി? ഒരു ധൈര്യത്തിന് രണ്ടെണ്ണം വിടാൻ പോയതാണളിയ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഇവരുടെ സംസാരം കേട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? തിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അമ്പലത്തിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുകയല്ലേ നമ്മള്. അതിന് ദൈവാനുഗ്രഹം കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവര് 3 പേരുടെയും മുറ്റത്തു നിന്നുള്ള സംസാരം അകത്തുനിന്ന് ജനലിൽ കൂടി ശ്രദ്ധിച്ച് ശാരികയും ശ്യാമയും ഇഷ്ടമില്ലാതെ മാറി നിൽക്കുകയാണ്. അതേസമയം അവരുടെ അടുത്തേക്ക് വന്ന ശാലിനി ചോദിക്കുകയാണ്, ഏതോ ഒരു കാർ വരുന്ന ശബ്ദം കേട്ടല്ലോ, അവരാണോ വന്നത്? ഇഷ്ടമില്ലാതെ ശാരിക പറയുകയാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ശാലിനി ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചില്ലേ? പിന്നെ ആരാ ശ്രദ്ധിക്കേണ്ടത്? പുറത്തുപോയി അവരോട് കയറിയിരിക്കാൻ പറയ്. ശാരിക പറയുകയാണ്, അങ്ങനെ ആനയിച്ച് അകത്തേക്ക് കയറ്റേണ്ട കാര്യമൊന്നും ഇല്ല, വേണമെങ്കിൽ അവര് കയറിയിരുന്നോളും. ഇതേസമയം പുറത്തു നിന്ന ബാലചന്ദ്രൻ പറയുകയാണ്, എന്നാ വാ നമുക്ക് അകത്ത് കയറിയിരിക്കാം. രാജേശ്വരി പറയാണ്, നിൽക്ക്, അവള് വരട്ടടാ, ആ ശാരദ. അവള് വന്ന് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റട്ടെ നമ്മളെ, അതല്ലേ അതിന്റെ ഒരു സുഖം. അത് ശരിവെക്കുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും. ഇതൊക്കെ ശ്രദ്ധിച്ചു തന്നെ നിൽക്കുകയാണ് ദാസൻ. അന്നേരം അകത്തു നിന്നും ശാലിനി പറയുകയാണ്, ആർക്കും വയ്യ അല്ലേ? എന്നാൽ ശരി, ഞാൻ തന്നെ പോയി അവരെ സ്വീകരിക്കാം, കല്യാണ പെണ്ണ് ഞാനാണല്ലോ. ഇത് കേട്ട ശാരദാമ്മ പറയുകയാണ്, നിൽക്ക്, നീ പോയി സ്വീകരിക്കുന്നത് നാട്ടുനടപ്പല്ല, ഞങ്ങൾ പോയി സ്വീകരിച്ചോളാം. തലയിലെഴുത്ത് അതായി പോയില്ലേ ആ പിള്ളേരെന്നും പറഞ്ഞ് ശ്യാമയും ശാരിയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാരദാമ്മ. ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്തി പുറത്തേക്ക് വന്ന ശാരദാമ്മ പറയുകയാണ്, വരണം, അകത്തോട്ടിരിക്കാം. അതേസമയം മുറ്റത്ത് നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ദാസനെ ഫോൺ ചെയ്യുകയാണ് വിഷ്ണു ആശാനാണല്ലോ എന്ന് ഫോൺ എടുക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടാ ആ ബാലചന്ദ്രനെ ഒന്ന് തപ്പണമല്ലോ, രാജേശ്വരിയുടെ അനിയനെ. ദാസൻ പറയുകയാണ്, ബാലചന്ദ്രൻ ഇവിടെ ഉണ്ട് ആശാനെ, എന്റെ കൺമുന്നിൽ. ആണോ, നീ ഇപ്പോ എവിടെയാ? ദാസൻ പറയുകയാണ്, ഞാൻ കുടുംബശ്രീ ഹോട്ടലിലുണ്ട്. എന്നിട്ട് അവൻ എവിടെ ഉണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ദാസൻ പറയുകയാണ്, അവൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഹോട്ടലിലല്ല, ശാരദാമ്മയുടെ വീട്ടിലാണ്. ഒപ്പം ആ രാജേശ്വരിയും ഗോപാലകൃഷ്ണനും ഒക്കെയുണ്ട്. സീൻ ഡാർക്കാണോ? അവര് വന്നത് വഴക്കുണ്ടാക്കാനാണോ? അല്ല ആശാനെ, ശാരദാമ്മയും മക്കളും വന്ന് അവര് സന്തോഷത്തോടു കൂടിയാണ് അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയത്. ഓ ശരി, അതെന്തോ ആയിക്കോട്ടെ, നീ അവിടെ തന്നെ ഉണ്ടാകണം. അവൻ അവിടെ നിന്ന് എങ്ങോട്ട് പോയാലും വിവരം എന്നെ അറിയിക്കണം, പിന്നാലെ തന്നെ ഉണ്ടാകണം, മനസ്സിലായോ? ഞാനിപ്പോൾ അങ്ങോട്ട് വരികയാണ്. ശരി ആശാനെ എന്ന് പറയുകയാണ് ദാസൻ. ഫോൺ വെച്ച് ദാസൻ പറയുകയാണ്, ആശാന്റെ സ്വരം അത്ര പന്തിയല്ലല്ലോ, ബാലചന്ദ്രന്റെ കാര്യം തീരുമാനമായെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ചായ കുടിച്ചു കളയാമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് കയറുകയാണ് ദാസൻ. ഇതേസമയം വണ്ടി ഓടിക്കുന്ന വിഷ്ണു പറയുകയാണ്, അവൻ അവിടെ തന്നെ ഉണ്ടായത് നന്നായി, ശാലിനിയുടെ മുൻപിൽ വെച്ച് വേണം അവനെ കൊണ്ടത് പറയിപ്പിക്കാൻ. അതേസമയം അകത്ത് കണിമംഗലം തിരുമേനി ജാതകങ്ങളുടെ പൊരുത്തമൊക്കെ പരിശോധിക്കുകയാണ്. ശേഷം തിരുമേനി പറയുകയാണ്, ജാതകത്തിൽ പൊരുത്തം തീരെ കുറവാണ്. പോരാതെ പുരുഷന്റെ ജാതകം മകവും സ്ത്രീയുടേത് തിരുവാതിരയുമല്ലേ, രണ്ടും പ്രതികൂലമായി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. സ്ത്രീ ജാതകം മനുഷ്യഗണവും പുരുഷ ജാതകം അസുരഗണവും. ഇവർ തമ്മിലുള്ള മംഗല്യം നടന്നാൽ സ്ത്രീ പുരുഷന്റെ അടിമയായി ജീവിക്കാനുള്ള സാധ്യത ഉണ്ട്. ചുരുക്കത്തിൽ ഇത് പരസ്പരം ചേരാൻ പാടില്ലാത്ത ബന്ധമാണെന്ന് ഞാൻ പറയുന്നു. ഇത് കേട്ട് ചിരി വരുത്തി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഈ ജാതകത്തിലൊന്നും ഒരു കഴമ്പുമില്ലെന്നേ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, 10 പൊരുത്തമുണ്ടായിരുന്നല്ലോ തിരുമേനി കൊണ്ടുവന്ന ആ അമേരിക്കക്കാരന്റെയും ശാലിനിയുടെയും ജാതകങ്ങൾ തമ്മിൽ. എന്നിട്ട് ആ ബന്ധം നടന്നോ? ഇല്ല, മുളയിലെ തന്നെ ചീറ്റിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഒരു ബന്ധം നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്, നടപ്പിൽ വരുത്തുക, അത്ര തന്നെ. പക്ഷേ ഗോപാലേട്ട അതെന്ന് ശാരദ പറയാൻ തുടങ്ങുമ്പോൾ അതിന് തടയിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നോക്ക്,
നമ്മൾ തമ്മിലുള്ള കല്യാണം പൊരുത്തവും ജാതകവും ഒക്കെ നോക്കിയിട്ട് നടത്തിയതല്ലേ. 10ൽ 8 പൊരുത്തം, സന്താനഭാഗ്യം, ദീർഘമാംഗല്യം. എന്നിട്ട് എവിടെ എത്തി? ചരിത്രം നമുക്ക് രണ്ടാൾക്കും അറിയാമല്ലോ. ആ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ രാജേശ്വരിയെ കല്യാണം കഴിക്കുമ്പോൾ ജാതക പൊരുത്തമൊന്നും നോക്കിയില്ല. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഞങ്ങൾക്ക് എന്താ ഒരു കുറവ്? നീ തന്നെ പറയേ, കേൾക്കട്ടെ. അതിന് യോജിച്ച് രാജേശ്വരിയും പറയുകയാണ്, തീർച്ചയായും അത് തന്നെയാണ് ശരി ശാരദാമ്മേ. എല്ലാത്തിലും വലുത് മനപ്പൊരുത്തമാണെന്ന് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ വിദേശത്തൊക്കെ ഈ ജാതകം നോക്കലും പൊരുത്തം നോക്കലും വീടിന് സ്ഥാനം നോക്കലും ഒക്കെ ഉണ്ടോ? എന്നിട്ടും അവര് ജീവിക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ ഈ ചടങ്ങൊക്കെ. ഇതൊക്കെ വെറും കാണിച്ചു കൂട്ടലാണ്. ഇതിനോടൊപ്പം ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി പറഞ്ഞതാണ് അതിന്റെ ശരി. ഇവിടെ ഇപ്പൊ കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ? എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ചുമ്മാ ഓരോരുത്തരുടെയും ഓരോ വയറ്റിപ്പിഴപ്പിന് അത്ര തന്നെ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് തിരുമേനി പറയുകയാണ്, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ. ഞാൻ പോകുക ഇപ്പോൾ തന്നെ എന്നും പറഞ്ഞ് തിരുമേനി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, തിരുമേനി അങ്ങനെ പിണങ്ങി പോവല്ലേ. ജാതകം ഒന്ന് നോക്കി പറയാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് കരുതി മനുഷ്യന്റെ മനസ്സ് കെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനമാണോ പറയേണ്ടത്? കുട്ടികൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോകുമ്പോൾ അനുകൂലമായിട്ട് വേണ്ടേ സംസാരിക്കാൻ? തിരുമേനി പറയുകയാണ്, സോറി, ഇതെന്റെ വ്യക്തിപരമായ തീരുമാനത്തിൽ സംസാരിച്ചതല്ല. ജാതകത്തിൽ കണ്ടതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കള്ളം പറഞ്ഞ ശീലമില്ല എനിക്ക്. ഇത് കേട്ട് രാജേശ്വരി പറയുകയാണ്, എന്തായാലും കേട്ടിടത്തോളം തൃപ്തിയായ തിരുമേനി. ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഇവരെ തമ്മിൽ ചേർക്കാൻ തീരുമാനിച്ചതാണ്. തിരുമേനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം കുറിച്ച് തന്നിട്ട് പോകാം. ഇപ്പോൾ അത്രയേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. വേറെ ഒരു അഭിപ്രായമൊന്നും പറയണമെന്നില്ല പ്ലീസ് എന്ന് പറയുകയാണ് രാജേശ്വരി. തിരുമേനി പറയുകയാണ്, ഇത്രയും അറിവുള്ള സ്ഥിതിക്ക് മുഹൂർത്തവും നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. അതിന് കണിമംഗലം തിരുമേനിയുടെ ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് തിരുമേനി. ഇത് കണ്ട് സങ്കടപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, തിരുമേനി അങ്ങനെ അങ്ങ് പോയാലോ? ശാരദാമ്മേ, നിങ്ങളെ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടുത്തെ ക്രമങ്ങളൊക്കെ കണ്ടപ്പോൾ എന്റെ സാന്നിധ്യത്തിനും അഭിപ്രായത്തിനും ഒരു വിലയുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും നിങ്ങളോട് എനിക്ക് നീരസമൊന്നും ഇല്ല. ഇപ്പോൾ എന്നെ പോകാൻ അനുവദിക്കുക. കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടക്കട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ കൂടെ. ഈശ്വരോ രക്ഷതു എന്ന് പറഞ്ഞു പോവുകയാണ് തിരുമേനി. അതേസമയം അവിടെ എത്തുകയാണ് വിഷ്ണു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.